പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയ നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമേ, ദേവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിന്റെ അടയാള ദേവശക്തിയാൽ രോഗികളെ ആശ്വസിപ്പിക്കുന്നവനെ, അന്ധകാരത്തെ പ്രകാശത്തിലേക്ക് നയിക്കുന്നവനെ, മരിച്ചവനെ ഉയർപ്പിക്കുന്നവനെ, നിന്റെ തിരുനാമം സ്തുതി പറയുന്ന കർത്താവേ, നിന്റെ നാമത്തിൽ ഞാൻ ഈ പ്രാർത്ഥനകൾ ധൂപപ്രാർത്ഥനയായി ഉയരട്ടെ. നിന്റെ നാമത്തെ പ്രാർത്ഥനകൾ മഹത്വപ്പെടുത്തട്ടെ. ഇന്ന് പ്രഭാതത്തിൽ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കിടപ്പ് രോഗികളുണ്ട്, അതുപോലെ തന്നെ വീട്ടിൽ നിന്ന് പുറത്തു പോകാൻ പറ്റാത്ത രീതിയിൽ കടങ്ങൾ കയറി വന്നിട്ടുള്ളവരുണ്ട്. അതുപോലെ ജീവിക്കാൻ മാർഗമില്ലാതെ എന്ത് ചെയ്യണമെന്നറിയാൻ പോലാതെ എഴുന്നേറ്റ് വെറുതെ ജീവോത്സവം പോലെ കുത്തിയിരിക്കുന്നവരുണ്ട്. തലക്ക് ഭാരം പിടിച്ചവരുണ്ട്. വല്ലപാടും ചത്താൽ മതി എന്ന് ഓർത്തുകൊണ്ട് ഹൃദയത്തിനും തലക്കും കനം തൂങ്ങിയവരുണ്ട്. അവരെല്ലാം ഞാൻ അഡ്രസ്സ് ചെയ്യുന്നു. കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഇന്ന് ഈ ക്ലേശം പിടിച്ച മനുഷ്യർ
ദൈവത്തിൻ്റെ നാമത്തിൽ സംരക്ഷിക്കപ്പെടട്ടെ. നിന്നെ ബാധിച്ചിരിക്കുന്ന സങ്കടങ്ങൾ, സാമ്പത്തിക സങ്കടങ്ങൾ, അതുപോലെ തന്നെ നിന്നെ ബാധിച്ചിരിക്കുന്ന കുടുംബപരമായ ഭവിഷ്യത്തുകൾ, ഭാഗവടപ്പണി നടക്കാത്തവർ, നടത്തിക്കാത്തവർ, അതുപോലെ വീട് വെക്കാൻ അനുവദിക്കാത്തവർ, അതുപോലെ വഴിയില്ലാത്തവർ, വഴി കൊടുക്കാത്തവരെ, വഴി കൊടുക്കാൻ ന്യായമായിട്ട് വഴി കൊടുക്കാൻ പറ്റാത്തവർക്കും, അതുപോലെ വഴി കൊടുക്കാനേ പറ്റാത്തവർക്കും എല്ലാം കുടുങ്ങിപ്പോയവരുണ്ട്. കർത്താവേ, അവരെല്ലാം സന്ധിക്കണമേ. പുതിയൊരു മാർഗ്ഗം കാണിച്ചു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കിണർ കുഴിച്ചിട്ട് ആയിരങ്ങളും ലക്ഷങ്ങളും മുടക്കി കുഴിച്ചിട്ട് വെള്ളമില്ലാതിരിക്കുന്നവർ, വർഷകാലത്ത് പോലും തുച്ഛമായ വെള്ളത്തിൽ ആ ജീവിതവും ആ ലോകവും ആ പറമ്പ് ഉപേക്ഷിച്ച് പോകാൻ ആഗ്രഹിക്കുന്നവർ, ഈശോയെ മല ഇറങ്ങാൻ പോകുന്നവരുണ്ട്, കാടിറങ്ങാൻ പോകുന്നവരുണ്ട്, ഹീരപ്രശുദ്ധ മാറാൻ പോകുന്നവരുണ്ട്. ഈശോയെ മനുഷ്യരെ കുടിയൊഴിപ്പിക്കപ്പെടുന്ന പല പ്രകൃതിദത്തമായ കാരണങ്ങൾ കുടിയൊഴിപ്പിക്കപ്പെടുന്നവരുണ്ട്. അതുപോലെ തന്നെ അത് തെറ്റായ സർക്കാരിൻ്റെ നിയമങ്ങൾ കാരണം കുടിയൊഴിപ്പിക്കപ്പെടുന്നവരുണ്ട്. ഇങ്ങനെ മനുഷ്യൻ പരക്കം പായുന്ന മക്കൾക്ക് ശാശ്വത പരിഹാരം ഉണ്ടാകാൻ ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവെ, നിൻ്റെ ഉന്നതമായ നാമത്തെ സ്വസ്ഥം ചെയ്യുന്നു. സഹോദരങ്ങളെ ഭിന്നതയിരിക്കുന്നവർ, സഹോദരങ്ങൾ തമ്മിൽ സ്നേഹമായിട്ടിരിക്കുകയാണെങ്കിൽ ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുമായിരുന്നു. പല പ്രശ്നങ്ങളും ഉണ്ടായിരിക്കുന്നത് മനുഷ്യർ തമ്മിൽ ഭിന്നതയുള്ളത് കൊണ്ടും മനുഷ്യർ തമ്മിൽ വാശിയും വൈരാഗ്യവും ഉള്ളത് കൊണ്ടും ഗർവുള്ളത് കൊണ്ടുമാണ്. തിന്മയുടെ ശക്തി, പിശാചിൻ്റെ ആധിപത്യത്തെ യേശുക്രിസ്തു നാമത്തിൽ അമ്മയുടെ മധ്യസ്ഥതയിൽ ക്രിസ്തുവിൻ്റെ അടയാളം ഞാൻ ബന്ധിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ നിൻ്റെ ഭവനത്തേക്ക് വെളിച്ചം കടന്നു വരട്ടെ. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, pour out your spirit, touch with the fire finger, suck with the precious blood, Lord, and peace your spirit. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വര നീക്കുവാമേ. എൻ്റെ ദൈവത്തിലെ നീ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന എന്താണെന്ന് നീ അറിയണം. അല്ലാതെ പട്ടികപാടി പ്രാർത്ഥന പോലെ ദൈവത്തെ പ്രാർത്ഥിച്ച് ബോധം കെടുത്തരുത്. മറിച്ച് ആ പ്രാർത്ഥന അറിഞ്ഞ്, പ്രാർത്ഥന അർത്ഥം അറിഞ്ഞ്, അതിൻ്റെ ആഴങ്ങൾ അറിഞ്ഞ് അതിനെ അംഗീകരിക്കണം. വിശ്വാസം എന്ന് പറയുന്നത് അംഗീകാരമാണ്. അംഗീകാരം എന്ന് പറഞ്ഞാൽ എന്താണ്? യേശു കർത്താവാണെന്ന് അത്തരം കൊണ്ട് ഏറ്റു പറയുമ്പോൾ ദൈവം അവനെ മരിച്ചോ എന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കണം. ആ വിശ്വാസം എന്ന് പറയുന്നത് ഹൃദയം അത് അംഗീകരിക്കുന്നു എന്നതാണ്, അല്ലാതെ സങ്കല്പമല്ല. വിശ്വാസം ഹൃദയം ആ ചരിത്ര സത്യത്തെ അംഗീകരിക്കുന്നു. നമ്മൾ എന്തിനാണ് വിശ്വാസ പ്രമാണത്തിൽ പാന്തിയോസും പിലാത്തോസും ഒക്കെ പറയണത്? കാര്യം അതൊരു ചരിത്ര സത്യമായതുകൊണ്ടാണ്. പാന്തിയോസ് ജീവിച്ചിരുന്ന ഗവർണറാണ്, റോമൻ ഗവർണർ. അവന് പിലാത്തോസ് അതുപോലെ തന്നെ ഗവർണറാണ്, അതുപോലെ തന്നെ അത് ന്യായാധിപനാണ്. അതുപോലെ അവരുടെ കാലം എന്ന് പറയുമ്പോൾ ചരിത്രഘട്ടമാണ്. ചരിത്രഘട്ടത്തിൽ സംഭവിച്ച ലോകചരിത്രഘട്ടത്തിൽ സംഭവിച്ച ദൈവചരിത്രം, രക്ഷാകര ചരിത്രമാണ് നമ്മൾ വിശ്വാസ പ്രമാണത്തിൽ പ്രഖ്യാപിക്കുന്നത്. അത് നമ്മൾ അതിൻ്റെ സത്യം എന്താണ്? ചരിത്രത്തിൻ്റെ കർത്താവ് യേശുവാണെന്നാണ്. യേശു കർത്താവാണ് എന്ന അത്തരം കൊണ്ട് നമ്മൾ ഏറ്റുപറയണം. റോമാ 10:9 ആകയാൽ യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. ഈ ഹൃദയത്തിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് എന്നിലൂടെ മുമ്പൊരിക്കലും പറയാത്തൊരു കാര്യം പറയുന്നുണ്ട്. ഇപ്പോൾ അത് വീണ്ടും പറയാൻ വേണ്ടിയാണ് ഞാൻ വീണ്ടും ഇത് ആവർത്തിച്ചത്. എന്താണ് ഹൃദയത്തിൽ വിശ്വസിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ? അത് വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള വചനങ്ങളിൽ നിന്നൊന്നല്ലേ പറയണത്. റോമ 10:17 എടുത്തേ. ആകയാൽ വിശ്വാസം കേൾവിയിൽ നിന്നും കേൾവി ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്നുമാണ്. അപ്പൊ വിശ്വാസം കേൾവിയിൽ നിന്നാണെന്ന് പറയുമ്പോൾ, വിശ്വാസം കേൾവി ആകട്ടെ ക്രിസ്തുവിനെ കുറിച്ചുള്ള വചനങ്ങളിൽ നിന്നാണെന്ന് പറയുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ ഉദ്ദേശിക്കുന്നത് വിശ്വാസം അറിവിൽ നിന്നാണെന്നാണ്. കേൾവി എന്ന് പറയുന്നത് ചെവിയാണല്ല, ഓഡിയോ. അപ്പോൾ ഓഡിയോയിലൂടെ ഒരു പഞ്ചേന്ദ്രിയത്തിൻ്റെ ഒരു ഭാഗമാണ് ശ്രവണം. അപ്പോൾ അതിലൂടെ അറിവാണ് കിട്ടുന്നത്. അപ്പോൾ വിശ്വാസം അറിവാണെന്നല്ല ശരിക്കും പറഞ്ഞതിൻ്റെ അർത്ഥം. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് വിശ്വാസം ആ അറിയണ കാര്യത്തെ ചില ആൾക്കാർ അംഗീകരിക്കും, ചില ആൾക്കാർ അംഗീകരിക്കണില്ല. അപ്പം ചിലർക്ക് അറിയാം യേശു കർത്താവാണെന്ന്, പക്ഷെ അവർ അംഗീകരിക്കത്തില്ല. ഇപ്പം നിനക്കും അറിയാം, ഞാനീ പറയുമ്പോൾ യേശു കർത്താവാണ്,
അതിൽ നമ്മുടെ വീട്ടിൽ രൂപക്കൂടൊക്കെ വെച്ച് ഹൃദയത്തിൻ്റെ വലിയ പടമൊക്കെ വെച്ച് തിരിയൊക്കെ കത്തിക്കണം എന്തിനാണ്? യേശു കർത്താവാണെന്ന് നമുക്കറിയാം. പക്ഷേ നമ്മുടെ പ്രവർത്തനം കണ്ടാൽ അറിയാൻ പറ്റും, അംഗീകരിക്കണില്ലെന്നറിയാൻ പറ്റും. ഈ അറിവും അംഗീകാരവും തമ്മിലുള്ള അകൽച്ച എന്ന് പറയുന്നത് ഒരു വല്ലാത്ത അകൽച്ചയാണ്. അറിയുന്നവരാരും അംഗീകരിക്കണില്ല, അതാണ് പ്രശ്നം. അറിയുന്ന ആരുമല്ല, അറിയുന്ന പലരും അംഗീകരിക്കുന്നില്ല. കാര്യം വിശ്വാസം, അതായത് ഹൃദയത്തിൽ വിശ്വസിച്ച് യേശു കർത്താവാണെന്ന് അത്തരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവന് മരിച്ചോ ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്യണമെന്ന് പറയുന്നത് ഹൃദയം അത് അംഗീകരിക്കുന്നു എന്നാണ്. അംഗീകരിക്കുമ്പോൾ എന്തൊക്കെ സംഭവിക്കുമെന്ന് അറിയാം. ഒഫീഷ്യലായത്. മറ്റത് അറിവെന്ന് പറഞ്ഞാൽ അനൗദ്യോഗികമാണ്, അംഗീകാരം ഔദ്യോഗികമാണ്. ഇപ്പോൾ ഒരു ലെറ്റർ പാഡ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആൾക്കാർ ചിലപ്പോൾ ഞങ്ങളൊക്കെ റിജക്റ്റ് ചെയ്യും. അത് ചില അച്ഛന്മാർ പള്ളിയിൽ നിന്ന് അയച്ചിരുമ്പോൾ ജ്ഞാനസ്ഥാന സർട്ടിഫിക്കറ്റ് കൊണ്ടുവരും. അപ്പോൾ ഉടനെ ഞാൻ വികാരിയാണെങ്കിൽ ഞാൻ സർട്ടിഫിക്കറ്റ് നോക്കും, എന്താണ് ഞാൻ തിരിച്ചു കൊടുത്തു വിടും. അംഗീകരിക്കത്തില്ല. കാര്യം അച്ഛൻ്റെ ഒപ്പം അതിനകത്തുള്ളൂ, പള്ളിയുടെ സീലില്ലെന്ന് പറയും. പള്ളിയുടെ സീലാകുമ്പോഴല്ല ഇൻസ്റ്റിറ്റ്യൂഷൻ അത് അംഗീകരിക്കത്തുള്ളൂ. മറ്റേ അച്ഛൻ്റെ പേഴ്സണൽ ഒപ്പ് ഇടവിടാറില്ല. അച്ഛനെ പേഴ്സണൽ ഒപ്പല്ല, ആ അച്ഛൻ തന്നെയാണ് ഇപ്പോൾ ആ പള്ളിയിലെ വികാരി. നമുക്കറിയത്തില്ലല്ലോ. സീലുണ്ടെങ്കിൽ മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ ഈ അച്ഛൻ അവിടെ മാറിപ്പോയോ, എന്നിട്ട് ഈ അച്ഛൻ ഇപ്പോൾ ഇരിക്കുന്ന പള്ളിയിൽ നിന്ന് കള്ളൊപ്പിട്ടിട്ട് വന്നിരിക്കുകയാണ് ഈ ആൾക്കാരുടെ സമ്മർദ്ദം കാരണം, അത് അച്ഛൻ അവിടെ നിന്ന് മാറിപ്പോയോ, ആ പള്ളിയിൽ തന്നെയാണ് ഇത് വന്നിരിക്കണമെന്ന് അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? അച്ഛൻ്റെ ഒപ്പം പോരാ, സീല് വേണം. അപ്പോൾ എന്താണ്? ആ പള്ളിയിൽ നിന്ന് തന്നെ വന്നത്, ആ അച്ഛൻ ആ പള്ളി തന്നെ ഇരിക്കണത്, പള്ളിയുടെ കൺകറൻസായി. അത് അംഗീകാരം എന്ന് പറഞ്ഞാൽ അതാണ്. അംഗീകാരത്തിൽ 2 ലെവലുണ്ട്. പേഴ്സണൽ ലെവലും ഉണ്ട്, ഒരു ഒഫീഷ്യൽ ലെവൽ, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ലെവലും ഉണ്ട് അതിൻ്റെ അകത്ത്. ഇപ്പോൾ യേശു കർത്താവാണെന്ന് അത്തരം കൊണ്ട് ഏറ്റുപറയണതും അത് അംഗീകരിക്കാതെ ഏറ്റുപറയാം. നമുക്ക് അംഗീകരിക്കുമ്പോൾ അംഗീകരിച്ച് ഏറ്റുപറയണതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഒരു ക്യാൻസർ 4th സ്റ്റേജാണ്, ഡോക്ടർ പറഞ്ഞു ഇനി കീമോ എടുത്തിട്ടും കാര്യമില്ലെന്ന് ചിലരോട് പറയും. പക്ഷേ നിങ്ങൾ പറയും അത് ഡോക്ടറല്ലല്ലോ കർത്താവ്, യേശു അല്ലേ കർത്താവ് എന്ന് പറയുമ്പോൾ അത് അത്തരം കൊണ്ട് പറയണത് അംഗീകരിച്ച പോലെയാവും. അവിടെയാണ് വിശ്വാസം വഴി നീതിമാൻ ജീവിക്കും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധ ദൈവമാതാവിൻ്റെ കരം പിടിച്ച് നിത്യതയെ ലക്ഷ്യമാക്കി സ്വർഗീയ പിതാവിനെ മുഖാഭിമുഖം കണ്ട് ആനന്ദിക്കാൻ മരിയൻ ഉടമ്പടിയെടുത്ത് ഈ ഭൂമിയിലായിരിക്കുന്ന നമുക്ക് കൂടുതൽ തീക്ഷ്ണതയോടെ മരിയൻ ഉടമ്പടി നിബന്ധനകൾ വിശ്വസ്തയോടെ പാലിച്ച് മുന്നേറാൻ ഉതകുന്ന ഒരു വലിയ ശുശ്രൂഷയിലാണ് നമ്മളെല്ലാവരും. ലിവിങ് ഓറക്കിൾസ്, ജീവവചസ്സുകൾ എന്ന വലിയ സാക്ഷ്യ വിശകലന വചന ശുശ്രൂഷ. ഈ ശുശ്രൂഷയുടെ 2ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ ശുശ്രൂഷയിൽ നമ്മൾ 2 സാക്ഷ്യങ്ങളാണ് സാക്ഷ്യ വിശകലനത്തിനായി നമ്മൾ എടുക്കുന്നത്. ഒന്നാമതായിട്ട് കോഴിക്കോട് നിന്നുള്ള ജോസി എന്ന ഒരു സഹോദരൻ്റെ സാക്ഷ്യം. ഈ സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത 55 വയസ്സുള്ളൊരപ്പനാണ് ജോസി എന്ന് പറയുന്ന സഹോദരൻ. യൂറോപ്പിൽ 55-ാം വയസ്സിൽ ഒരു ജോലി തരപ്പെടാൻ വേണ്ടിയാണ് അദ്ദേഹം കൃപാസനത്തിൽ വന്ന് മരിയൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്നത്. സ്വാഭാവികമായിട്ടും എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ കുറവുള്ള ഈ അപ്പൻ പരിശുദ്ധ ദേവമാതാവിൻ്റെ ഉടമ്പടി എന്ന മെറിറ്റിൽ ആശ്രയിച്ചാണ് ജോബ് ആപ്ലിക്കേഷൻ വെക്കുന്നത്. 1 മാസത്തിനുള്ളിലാണ് ജോസി എന്ന സഹോദരന് യൂറോപ്പിൽ ജോലി ശരിയാകുന്നത്. അദ്ദേഹം പറയുന്നുണ്ട്, ഒരു വെള്ളിയാഴ്ച ദിവസം 7-ാം തീയതിയാണ് എന്നെ എംബസിയിലോട്ട് വിളിക്കുന്നത്. ചൊവ്വാഴ്ച ദിവസം എനിക്ക് വിസ കയ്യിൽ അടിച്ചു കിട്ടിയെന്ന്. സമയച്ചുരുക്കത്തിൻ്റെ ഒരു വലിയ പ്രതിഭാസം ഈ സാക്ഷ്യത്തിൽ നമുക്ക് കാണാവുന്നതാണ്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇതൊന്നുമല്ല. ഈ ജോസി എന്ന് പറയുന്ന
ഈ സഹോദരൻ ലഭിച്ച 4 വലിയ ദൈവാനുഭവങ്ങളെ പറ്റിയാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമതായിട്ട് തീർച്ചയായിട്ടും മരിയൻ ഉടമ്പടിയിലുള്ള ഭൗതിക ആനുകൂല്യങ്ങൾ, അത് ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുമ്പോൾ ചേർത്ത് ലഭിക്കുന്ന ഭൗതിക ആനുകൂല്യങ്ങൾ ഈ സഹോദരനും ലഭിക്കുകയുണ്ടായി. അദ്ദേഹം പറയുന്നത് ഇപ്രകാരമാണ്: അവിടെ ഉള്ള ജോലി ചെയ്യുന്ന വ്യക്തികളെക്കാൾ ഒക്കെ ശമ്പളം എനിക്ക് കൂടുതൽ അവർ തരുന്നുണ്ട്. പിന്നീട് അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ ഇങ്ങോട്ട് നാട്ടിലോട്ട് പോരാൻ നേരം എൻ്റെ അക്കൗണ്ടിലേക്ക് ഞാൻ അറിയാത്ത ഒരു സോഴ്സിൽ നിന്ന് കുറേ പണം വന്നു ചേർന്നു. എനിക്ക് മനസ്സിലായി അത് ടിക്കറ്റ് എടുക്കാനുള്ള പണമാണ്. ഇത്തരത്തിൽ ഭൗതികമായിട്ടുള്ള ഒരു ആനുകൂല്യങ്ങളുടെ പരമ്പരയാണ് ഒന്നാമതായിട്ട് ഇതിലുള്ളത്. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുമ്പോൾ ചേർത്ത് കിട്ടുന്ന ചില അനുഭവങ്ങളാണ്. രണ്ടാമതായിട്ട് പറയാനുള്ളത് ഈ സഹോദരൻ്റെ കുർബാന അനുഭവമാണ്. ദിവ്യബലി കഴിഞ്ഞ് നമ്മളെല്ലാവരും സാധാരണ വീട്ടിലേക്ക് പോകുമ്പോൾ ഇവിടെ ദിവ്യബലിയിൽ പരിശുദ്ധമ്മ നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ വചനമാണ് എനിക്ക് തന്നത്. യോഹന്നാൻ 19 അധ്യായം 27 വാക്യം. യോഹന്നാനോട് പറയുന്നുണ്ട്, ഈശോ അവസാനമായി പറഞ്ഞ വാക്ക്, ഇതാ നിൻ്റെ അമ്മ എന്ന് പറയുന്ന വാക്കുണ്ട്. അപ്പം നമ്മളും ഈശോ ദിവ്യബലി കഴിഞ്ഞ് അമ്മയെ കൂട്ടിക്കൊണ്ട് വേണം വീട്ടിലേക്ക് പോകാൻ. ഇത് ദൈവപിതാവ് ജോസി എന്ന സഹോദരനെ പഠിപ്പിച്ച വലിയൊരു രഹസ്യമാണ്. സ്വർഗീയ പിതാവ് പഠിപ്പിച്ചു കൊടുത്തത് ഇതാണ്: ഓരോ ദിവ്യബലിക്ക് ശേഷവും തൻ്റെ പുത്രൻ യാഗമായ ആ ദിവ്യബലിക്ക് ശേഷം ദൈവമാതാവ് കുരിശിൻ്റെ ചുവട്ടിൽ ആ ദിവ്യബലിക്ക് ശേഷം നിൽക്കുന്നുണ്ട്. അപ്പോൾ ദിവ്യബലിയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന ഓരോ ദൈവമക്കളും ഇതാ നിന്റെ അമ്മ എന്ന് പറഞ്ഞ് ഈശോ നമുക്ക് നൽകിയ ആ അമ്മയെ ഭവനത്തിൽ സ്വീകരിക്കണം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 19 അധ്യായം 27 തിരുവചനമാണ് ഇതാ നിന്റെ അമ്മ എന്ന്. ഈ ഒരു വലിയൊരു ബോധ്യമാണ് ഈ ഒരു സ്വന്തമായ മകനെ ദൈവപിതാവ് പഠിപ്പിക്കുന്നത്. അതായത് ഓരോ ദിവ്യബലിക്ക് ശേഷം നിന്റെ ഭവനത്തിലോട്ട് വരാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ഒരു അമ്മ അവിടെയുണ്ട്. നീ ആ അമ്മയെ സ്നേഹത്തോടെ ഓരോ ദിവസവും ഭവനത്തിലോട്ട് കൂട്ടിക്കൊണ്ടുവരണം. ഇതാണ് ഒന്നാമതായിട്ട് ദൈവപിതാവ് ഈ സഹോദരനെ പഠിപ്പിച്ചത്. രണ്ടാമതായിട്ട് പഠിപ്പിച്ച ഒരു സത്യം ഇതാണ്: ഓരോ കുംഭസാരം എന്ന കൂദാശയിലൂടെയും നടക്കുന്നത് ഡയാലിസിസ് നടക്കുന്ന വലിയൊരു പ്രോസസ്സാണ്. നിങ്ങൾക്കറിയാം ഡയാലിസിസ് എന്താണെന്ന്. നമ്മുടെ ശരീരത്തിലുള്ള അശുദ്ധ രക്തമെല്ലാം ഫിൽട്ടർ ചെയ്ത് പ്യുവർ ബ്ലഡ് നമ്മുടെ ശരീരത്തിലോട്ട് കയറ്റുന്ന ഒരു നടപടിയാണ് ഡയാലിസിസ് എന്ന് പറയുന്നത്. ഓരോ കുംഭസാരത്തിലും നടക്കുന്നത് അതുതന്നെയാണ് എന്നാണ് ദൈവപിതാവ് ഈ മകനെ പഠിപ്പിച്ചത്. കുമ്പസാരിക്കുമ്പോൾ നടക്കുന്നത്, നമ്മുടെ ശരീരത്തിൽ നടക്കുന്നത് ഒരു ഡയാലിസിലാണ് നടക്കുന്നതെന്നാണ് എന്നോട് പറഞ്ഞത്. ആ മിഷനാണ് എനിക്ക് കാണിച്ചു തന്നത്. കാരണം കുമ്പസാരിച്ചതിന് ശേഷം ഈശോയെ സ്വീകരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് പ്യുവർ ബ്ലഡാണ്, ഈശോയുടെ ബ്ലഡാണ് നമ്മുടെ ശരീരത്തിലേക്ക് വരുന്നത്. അപ്പോഴാണ് നമ്മൾ സൗഖ്യപ്പെടുന്നത് എന്ന് പറഞ്ഞത്. അതായത് ഒരു വിശുദ്ധിയോടുകൂടിയുള്ള മനസ്താപത്തോടു കൂടിയുള്ള കുംഭസാരത്തിന് ശേഷം യേശുവിൻ്റെ തിരുരക്തം തന്നെയാണ് പാപികളായ നമ്മുടെ രക്തത്തിലോട്ട് കലർത്തപ്പെടുന്നത്. അങ്ങനെ നമ്മൾ വിശുദ്ധരായ വ്യക്തികളായി മാറുന്നു. ഇതാണ് രണ്ടാമതായിട്ട് പറഞ്ഞു കൊടുത്ത സത്യം. മൂന്നാമതായിട്ട് സഞ്ചാരി മാതാവ് തന്നെ ഈ മകൻ്റെ അടുത്ത് നേരിട്ട് വരുന്ന ഒരു സാക്ഷ്യാനുഭവമാണ്. നമുക്കറിയാം, വിദേശത്തൊക്കെ ജോലി ചെയ്യുന്ന സഹോദരങ്ങൾക്ക് ടാക്സ് റെസിഡൻസി സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നൊരു സർട്ടിഫിക്കറ്റ് ഉണ്ട്. അപ്പോൾ അത് എക്സ്പയർ ആയാൽ നമ്മളത് റിന്യൂ ചെയ്യണം. അപ്പോൾ ഈ മകനെ സംബന്ധിച്ചിടത്തോളം ഈ മകന് ഇമെയിൽ ഐ ഡി യൂസ് ചെയ്യാനോ അങ്ങനെയുള്ള ടെക്നോളജിക്കൽ സംബന്ധമായിട്ടുള്ള അറിവുകൾ പരിമിതമാണ്. അതുകൊണ്ട് തന്നെ മെയിലിൽ ലോഗിൻ ചെയ്യാൻ പോലും അറിയില്ല. പക്ഷേ TRC എക്സ്പയർ ആയ സമയത്ത് പരിശുദ്ധ ദൈവമാതാവ് തന്നെ ഈ ഇമെയിൽ ഐ ഡി ആക്സസ് ചെയ്ത് ലോഗിൻ ചെയ്ത്
ഈ മകൻ്റെ ഈ ഒരു റെസിഡൻസി സർട്ടിഫിക്കറ്റ് റിന്യൂ ചെയ്ത് ഐഡൻറ്റിറ്റി കാർഡ് തക്ക സമയം ഈ മകന് കിട്ടുകയാണ്. എൻ്റെ TRC 7 മാസം ഉണ്ടായിരുന്നു. എൻ്റെ വിസ ഉണ്ടായിരുന്നത് 7 മാസം ഉണ്ടായിരുന്നത്. 7 മാസം കഴിഞ്ഞപ്പോഴേക്കും എനിക്കൊരു ഇമെയിൽ അയക്കണമായിരുന്നു. അപ്പോൾ എനിക്ക് ഈ മൊബൈലിൽ ഇമെയിൽ അയക്കാൻ അറിയില്ലായിരുന്നു. ഞാൻ വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങി ഇമെയിൽ അയക്കാൻ വേണ്ടി നോക്കുമ്പോൾ എൻ്റെ ഇമെയിൽ ID ഓപ്പൺ ചെയ്ത് നോക്കുമ്പോഴേക്കും ഓൾറെഡി ആ ഡേറ്റ് തീരുന്ന അന്ന് ഇമെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു. ആരാണ് അയച്ചതെന്ന് എനിക്കറിയില്ല. അപ്പോൾ എൻ്റെ പാസ്വേഡ് ഉപയോഗിച്ച് ആരാ അയച്ചതെന്ന് എനിക്കറിയില്ലായിരുന്നു. പല ആൾക്കാരോടും ചോദിച്ചപ്പോഴേക്കും പറഞ്ഞു അങ്ങനെ അഴക്കാൻ പറ്റില്ലെന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പരിശുദ്ധ അമ്മയാണ് ആ ഇമെയിൽ അയച്ചതെന്നുള്ള എനിക്ക് മനസ്സിലായി. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുമ്പോൾ ദൈവപിതാവിൻ്റെ പഠിപ്പിക്കലുണ്ട്, സഞ്ചാരി മാതാവിൻ്റെ വലിയ സാന്നിധ്യമുണ്ട്, ഭൗതികമായിട്ടുള്ള ആനുകൂല്യങ്ങളുണ്ട്. ഈ സാക്ഷ്യത്തിൽ ഈ അപ്പൻ ഒരു വചനം പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. യേശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 45-ാം അധ്യായം 3-ാം തിരുവചനം, നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിൻ്റെ കർത്താവായ ദൈവമാണ് ഞാൻ എന്നറിയുവാൻ അന്ധകാരത്തിലെ നിധികളും രഹസ്യ ധനശേഖരവും നിനക്ക് ഞാൻ നൽകുന്നു. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ഭൗതികമായിട്ടുള്ള ആനുകൂല്യങ്ങളുമായിട്ട് കണക്റ്റഡ് ആയിട്ട് വരുന്ന കാര്യം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, അതായത് അവിടെയുള്ള എല്ലാ സ്റ്റാഫിനേക്കാളും കൂടുതൽ ശമ്പളമാണ് ഈ മകന്, മരിയൻ ഉടമ്പടിയെടുത്ത ദൈവത്തിൻ്റെ സ്വന്തം മകന്, ദൈവപിതാവിൻ്റെ സ്വന്തം മകന് ലഭിക്കുന്നത്. ഞാൻ പറഞ്ഞു, അതായത് ഇങ്ങോട്ട് നാട്ടിലോട്ട് പോരാൻ നേരം കുറേ പണം അക്കൗണ്ടിൽ സോഴ്സ് ചെയ്താന്നറിയാതെ ചേർന്നുവെന്ന്. അതും ഈ അന്ധകാരത്തിലെ നിധിയും രഹസ്യ ധനശേഖരവുമാണ്. ഈ ഒരു സാക്ഷ്യം കേൾക്കുമ്പോൾ അക്രൈസ്തവരായിട്ടുള്ള സഹോദരങ്ങൾ ഒരുപക്ഷെ ചിന്തിക്കും, ഞങ്ങൾക്ക് ഈ കൂദാശ ജീവിതമൊന്നും ഇല്ലല്ലോ, പിന്നെ എങ്ങനെയാണ് ഈ കുമ്പസാര കുർബാന അനുഭവങ്ങൾ ഞങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്നത്? അവർക്ക് ഏറ്റവും സന്തോഷം നൽകുന്ന, ദൈവാനുഭവം നൽകുന്ന, പകർന്നു തരുന്ന ഒരു വലിയ സാക്ഷ്യം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കൃപാസനം അൾത്താരയിൽ പങ്കുവയ്ക്കുകയുണ്ടായി. പ്രിയ എന്നൊരു മകളുടെ സാക്ഷ്യമാണ്, എറണാകുളത്തു നിന്നുള്ള മകളുടെ സാക്ഷ്യം. ആ മകൾ പറയുന്നത് ഇപ്രകാരമാണ്: ഉടമ്പടിയെടുത്ത ആദ്യ നാളുകളിൽ ഞാൻ ഭൗതികമായിട്ടുള്ള നിയോഗങ്ങൾക്കാണ് കൂടുതലായിട്ട് പ്രാധാന്യം കൊടുത്തത്. പിന്നെ മുന്നോട്ട് ഉടമ്പടി പുതുക്കി യാത്ര ചെയ്യുമ്പോൾ ദൈവപിതാവ് തന്നെ ആ മകളെ പഠിപ്പിക്കും, നീ നിയോഗങ്ങളെയല്ല നിബന്ധനകളെയാണ്, ദൈവത്തെയാണ് ഫോക്കസ് ചെയ്യേണ്ടത്. ഉടമ്പടി നിബന്ധനകൾ പാലിച്ചിരുന്നുവെങ്കിലും എത്രമാത്രം ആത്മാർത്ഥതയോടെ ഞാനത് പാലിച്ചിരുന്നു എന്ന് അച്ഛൻ്റെ ഉടമ്പടി ക്ലാസ്സുകളിലാണ് ഞാൻ അത് വീണ്ടും ചികഞ്ഞ് നോക്കി പരിശോധിച്ചത്. അപ്പോഴാണ് മനസ്സിലായത്, നിബന്ധനകൾക്ക് കൂടുതൽ ഊന്നൽ കൊടുത്തുകൊണ്ട് നിയോഗങ്ങളെ കുറച്ച് നമ്മൾ മനസ്സിൽ വിചാരിച്ചു കഴിഞ്ഞാലാണ് മാതാവ് നമ്മുടെ അടുത്തേക്ക് കൂടുതൽ പെട്ടെന്ന് നമുക്ക് സാമീപ്യമായി ഉണ്ടാകുന്നതെന്ന് എനിക്ക് മനസ്സിലായി. തുടർന്ന് ഈ മകൾ പറയുന്നുണ്ട്, വിശ്വാസം, പ്രത്യാശ, ദൈവസ്നേഹം, ഇതിനേക്കാളൊക്കെ അപ്പുറത്ത് സമർപ്പണമെന്ന വലിയ ഒരു പുണ്യത്തിലേക്ക് വളരുവാൻ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ്റെ ഉടമ്പടി ആരാധന ആ മകളെ സഹായിച്ചുവെന്ന്. പിന്നീട് മകൾ പറയുന്നത് പ്രകാരമാണ്, ഉടമ്പടി പിന്നീട് പുതുക്കിയപ്പോഴൊക്കെ ഞാൻ ഭൗതികമായിട്ടുള്ള നിയോഗങ്ങൾ വെച്ചില്ല, മറിച്ച് ദൈവ സ്നേഹത്താൽ നിറയപ്പെടാൻ, ഒപ്പം തന്നെ പരിശുദ്ധാത്മ അഭിഷേകത്തിന് വേണ്ടിയും ദൈവവചന പ്രഘോഷണത്തിനുള്ള കൃപയ്ക്ക് വേണ്ടിയും ഞാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചു. ദൈവപിതാവിന് ആ ഒരു വലിയ നിയോഗം ഇഷ്ടപ്പെട്ടു. പുത്രനായ ഈശോയെ ആ മകൾക്ക് വെളിപ്പെടുത്തി കൊടുത്തത് ഇപ്രകാരമാണ്. വെളുത്ത ഉടുപ്പ് ധരിച്ച ഈശോ നേരിട്ട് ആ മകൾക്ക് പ്രത്യക്ഷപ്പെടുകയാണ്. തുടർന്ന് ഒരു പ്രകാശം ഈ മകളുടെ ദേഹത്ത് വന്ന് പതിച്ചു. ആ മകൾ പറയുന്നത് ഇപ്രകാരമാണ്: ഞാൻ ഒരു ദിവസം എൻ്റെ പാതിമയക്കത്തിൽ, ഞാനൊരു ഉച്ച സമയത്ത് പാതിമയക്കത്തിലായിരുന്ന സമയത്ത് ഞാനിങ്ങനെ കാണുകയാണ്, ഒരു 5 മിനിറ്റേ ആയിട്ടുള്ളൂ കണ്ണടച്ചിട്ട്. അപ്പോൾ ഈശോ ഇങ്ങനെ ഒരു തൂവെള്ള വസ്ത്രമെടുത്ത് ഈശോ നിൽക്കുന്നു. ഈശോയിൽ നിന്നും വളരെ വെളുത്ത ഒരു പ്രകാശം, വളരെ ശക്തമായിട്ടുള്ള ഒരു പ്രകാശം ഈശോയിൽ നിന്ന് ഇറങ്ങി എൻ്റെ തിരുനെറ്റിക്കകത്തുകൂടി ശിരസിലേക്ക് പ്രവഹിക്കുന്നതായും അതിൻ്റെ ശരീരത്തിൽ കറണ്ട് പാസ് ചെയ്യുന്നത് പോലെ അവർണ്ണനീയമായിട്ടുള്ള വാക്കുകളാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു വല്ലാത്തൊരു അവർണ്ണനീയമായിട്ടുള്ള അനുഭവമായിട്ട് എനിക്കത് മാറി. ഒരു കറണ്ട് അടിക്കുന്ന അനുഭവം തൽക്ഷണം എനിക്കുണ്ടായി. പെട്ടെന്ന് ഞാൻ ഞെട്ടി ഉണർന്നിട്ട് എൻ്റെ മൊബൈലിലുണ്ടായിരുന്ന ബൈബിൾ ആപ്പ് തുറന്ന് ഞാൻ നോക്കിയപ്പോൾ ലൂക്ക 1:35
1:35 വചനമാണ് എനിക്ക് ആദ്യമായി കിട്ടിയത്. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 35-ാം തിരുവചനം. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്നിൽ പ്രവർത്തിക്കും. അങ്ങനെ ആത്മാവിൻ്റെ വലിയ അഭിഷേകം ലഭിച്ച മകള് പറയുന്നത് ഇപ്രകാരമാണ്: വെള്ളത്താലുള്ള സ്നാനമല്ല എനിക്ക് ലഭിച്ചത്, രക്തത്താലുള്ള സ്നാനമല്ല എനിക്ക് ലഭിച്ചത്, മറിച്ച് ആത്മാവിലുള്ള സ്നാനം തരാൻ ദൈവം തിരുമനസ്സായി. ഇങ്ങനെ ആത്മാവിലുള്ള സ്നാനം ലഭിച്ച ഈ മകളുടെ പാപങ്ങൾ കഴുകി വിശുദ്ധീകരിക്കപ്പെട്ടപ്പോൾ ദൈവപിതാവ് വലിയൊരു കാര്യം കൂടി ചെയ്തു. സ്വർഗത്തിൽ നിന്നുള്ള ജീവനുള്ള അപ്പം ഈ മകളുടെ കൂടെ വസിക്കുവാൻ ദൈവം തിരുമനസ്സായി. ആ മകള് പറയുന്നത് ഇപ്രകാരമാണ്: ഈശോയുടെ തിരുശരീര സ്വീകരണങ്ങളുടെ മാധുര്യം, ആ രുചി 1 മാസത്തോളം ഞാൻ അനുഭവിച്ചു എന്നാണ് സാക്ഷ്യത്തിൽ പറയുന്നത്. പാതി ഉറക്കത്തിൽ ഞാൻ ഇങ്ങനെ ആയിരിക്കുന്ന സമയത്ത് പരിശുദ്ധ കുർബാന സ്വീകരണത്തിന് ആളുകൾ ഇങ്ങനെ വരിയിൽ നിൽക്കുന്നു. ഞാൻ വരിയിലുണ്ട്, പക്ഷേ അച്ഛൻ എന്നെ കാണുന്നില്ല. ഞാനൊരു ഹിന്ദുമതത്തിൽ ജനിച്ച ആളാണ്. അച്ഛൻ എന്നെ കണ്ടിട്ടും കാണാത്ത മാതിരി എന്നെ കടന്നു പോകുന്നു. എൻ്റെ പിന്നിലുള്ളവർക്കെല്ലാം, വരിയിൽ നിൽക്കുന്നവർക്കെല്ലാം അപ്പം വായിൽ വെച്ച് കൊടുക്കുന്നു. അപ്പം ഞാൻ വളരെ സങ്കടത്തോടുകൂടി തിരിഞ്ഞ് നോക്കുമ്പോൾ, പിന്തിരിഞ്ഞ് നടക്കുമ്പോൾ എൻ്റെ വായിൽ ദിവ്യകാരുണ്യ ഈശോ അപ്പമായി വന്ന ഒരു അനുഭവം, ഈശോ എൻ്റെ നേരെ തിരിഞ്ഞ് നിൽക്കുന്നതായിട്ട് എൻ്റെ വായിൽ ദിവ്യകാരുണ്യ അപ്പത്തിൻ്റെ അനുഭവം ലഭിച്ചത് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല വാക്കുകളിലൂടെ. ആ ഒരു തിരുരക്ത മാംസങ്ങളുടെ രുചി എൻ്റെ വായിൽ എത്രമാത്രം നാളുകൾ അങ്ങനെ നിന്നിരുന്നു എന്ന് നിങ്ങളോട് പറഞ്ഞറിയിക്കാൻ എനിക്ക് പറ്റില്ല. ക്രൈസ്തവരായ മക്കളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് കുമ്പസാരിക്കാനുള്ള ഒരു അവസരം ഇല്ല. പക്ഷേ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 2-ാം അധ്യായം 15-ാം തിരുവചനത്തിൽ ഇപ്രകാരം പറഞ്ഞു വയ്ക്കുന്നുണ്ട്: നിയമത്തിൻ്റെ അനുശാസനം അവരുടെ ഹൃദയങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്നു, മനസ്സാക്ഷി അതിന് സാക്ഷ്യം വഹിക്കുകയും ചെയ്യുന്നു. വീണ്ടും അപ്പോസ്തല പ്രവർത്തനങ്ങൾ 21-ാം അധ്യായം 25-ാം തിരുവചനത്തിൽ വിശ്വാസം സ്വീകരിച്ച വിജാതീയ മക്കള്, ക്രിസ്തുവിനെ സ്വീകരിച്ച ദൈവത്തിൻ്റെ സ്വന്തം മക്കള് എത്തരത്തിലുള്ള ജീവിത രീതികളാണ് മുമ്പോട്ട് കൊണ്ടുപോകേണ്ടതെന്ന് വചനത്തിൽ ജെറുസലേം സൂനോദോസിൽ അപ്പോസ്തലന്മാരെടുത്ത തീരുമാനങ്ങളിൽ വ്യക്തമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. പ്രിയ എന്ന മകൾക്ക് ഇതുപോലെ ആത്മാവിൽ സ്നാനം സ്വീകരിക്കുവാൻ ദൈവപിതാവ് തന്നെ വെളിപ്പെടുത്തുവാൻ തിരുമനസ്സായി. ആ ഒരു അവസരം എളിയവരും നന്ദിയറ്റ പാപികളുമായ ഞങ്ങൾ നിസ്സീമ പ്രതാപവാനായ അങ്ങേ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ അയോഗ്യരാകുന്നു. എങ്കിലും അങ്ങേ അനന്തമായ ദയന്മേൽ ശരണപ്പെട്ടുകൊണ്ട് പരിശുദ്ധ ദൈവമാതാവിന്റെ സ്തുതിക്കായി ജപമാല അർപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ അർപ്പണം ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ ചെയ്യുന്നതിന് കർത്താവേ ഞങ്ങളെ സഹായിക്കണമേ. വിശ്വാസ പ്രമാണം: സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ടു, പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്തു, സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ.
ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. പിതാവായ ദൈവത്തിന്റെ മകളായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവവിശ്വാസം എന്ന പുണ്യമുണ്ടായി ഫലം ചെയ്യുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പുത്രനായ ദൈവത്തിന്റെ മാതാവായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവശരണമെന്ന പുണ്യമുണ്ടായി വർദ്ധിക്കുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പരിശുദ്ധാത്മാവായ ദൈവത്തിന് ഏറ്റവും പ്രിയമുള്ള പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവസ്നേഹമെന്ന പുണ്യമുണ്ടായി വർദ്ധിക്കുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദുഃഖകരമായ ദൈവരഹസ്യങ്ങൾ. ഒന്നാം ദൈവരഹസ്യം, നമ്മുടെ കർത്താവ് ഈശോ മിശിഹ പൂങ്കാവനത്തിൽ വച്ച് പ്രാർത്ഥിക്കുമ്പോൾ രക്തം വിയർത്തു എന്ന് നമുക്ക് ധ്യാനിക്കാം. ഒന്നാം ദൈവരഹസ്യം ധ്യാനിക്കുമ്പോൾ കൃപാസനത്തിൻ്റെ സ്ഥാപക ഡയറക്ടറായ ജോസഫ് അച്ഛനെയും എല്ലാ ശുശ്രൂഷ മേഖലകളെയും ശുശ്രൂഷകരെയും അച്ഛൻ്റെ പ്രത്യേകമായ പ്രാർത്ഥനാ നിയോഗങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ മേഖലകളിലും പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേക വഴിനടത്തലുകൾ ഉണ്ടാകുവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദിവരഹസ്യം നമുക്ക് സമർപ്പിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരയണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി
ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കുകയും ചെയ്യണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആവേ 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 മരിയ, ആവേ 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 മരിയ. രണ്ടാം ദൈവരഹസ്യം. നമ്മുടെ കർത്താവ് യേശു മിശിഹ പീലാത്തോസിൻ്റെ വീട്ടിൽ വെച്ച് ചമ്മട്ടികളാൽ അടിക്കപ്പെട്ടുവെന്ന് ധ്യാനിക്കാം. രണ്ടാം ദൈവരഹസ്യം സമർപ്പിക്കുമ്പോൾ കൃപാസനത്തിൽ നാളിതുവരെ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചിട്ടുള്ള എല്ലാ സഹോദരങ്ങളെയും, ഓൺലൈനായി ഉടമ്പടിയെടുത്തവരെയും, ലൈറ്റ് എ കാൻഡിൽ പ്രയർ റിക്വസ്റ്റിലൂടെ അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളവരെയും പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരെയും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ രഹസ്യം നമുക്ക് കാഴ്ചയർപ്പിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരയണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ,
പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കുകയും ചെയ്യണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആവേ 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 മരിയ, ആവേ 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 മരിയ. മൂന്നാം ദൈവരഹസ്യം. നമ്മുടെ കർത്താവ് യേശു മിശിഹായെ യൂതന്മാർ മുൾമുടി ധരിപ്പിച്ചു എന്ന് ധ്യാനിക്കാം. മൂന്നാം രഹസ്യം ധ്യാനിക്കുമ്പോൾ കൃപാസനത്തിൻ്റെ സാംസ്കാരിക സാമൂഹ്യ മേഖലകളെ പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ ലോകത്തിന് കൊടുക്കുവാനുള്ള കൃപാസനത്തിൻ്റെ എല്ലാ ഉദ്യമങ്ങളിലും പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ ഇടപെടലുകൾ അനുഭവവേദ്യമാകുവാൻ കനിവുണ്ടാകണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി
ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആവേ 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 മരിയ, ആവേ 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 മരിയ. നാലാം ദൈവരഹസ്യം, നമ്മുടെ കർത്താവ് യേശു മിശിഹ മരണത്തിന് വിധിക്കപ്പെട്ടതിന് ശേഷം തനിക്ക് അധികം അപമാനവും വ്യാകുലവും ഉണ്ടാകുവാൻ വേണ്ടി അവിടുത്തെ തിരുത്തോളിന്മേൽ ഭാരമുള്ള കുരിശുമരം ചുമത്തപ്പെട്ടുവെന്ന് ധ്യാനിക്കാം. നാലാം ദൈവരഹസ്യം ധ്യാനിക്കുമ്പോൾ 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ നടന്ന പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണം സഭയുടെ വിവേചന അധികാരം ഉപയോഗിച്ചുകൊണ്ട് പഠിക്കുവാനും ഒരു സമർപ്പിത സമൂഹം ഉയർന്നു വന്നുകൊണ്ട് പരിശുദ്ധ അമ്മ വഴി അനേകായിരങ്ങൾ ഈശോയിലേക്ക് പിന്തിരിയുവാൻ കനിവാകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ രസം നമുക്ക് സമർപ്പിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി
ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കുകയും ചെയ്യണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആവേ 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 മരിയ, ആവേ 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 മരിയ. അഞ്ചാം ദൈവരഹസ്യം. നമ്മുടെ കർത്താവ് യേശു മിശിഹ ഗാഗുൽത്താമലയിൽ ചെന്നപ്പോൾ വ്യാകുല സമുദ്രത്തിൽ മുഴുകിയ പരിശുദ്ധ മാതാവിൻ്റെ മുമ്പാകെ തിരുവസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കപ്പെട്ട് കുരിശിന്മേൽ തറയ്ക്കപ്പെട്ടുവെന്ന് ധ്യാനിക്കാം. ഈ അഞ്ചാം ദിവ്യരഹസ്യം ധ്യാനിക്കുമ്പോൾ കൃപാസനത്തിൻ്റെ മുഖവാരത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളെയും മരിയൻ അപ്പാരിഷൻ സെൻ്ററിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളെയും കോസ്റ്റൽ ഫോക്ക് ആർട്ട് അക്കാദമിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളെയും പ്രത്യേകിച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ നിർമ്മാണ മേഖലകളിലും പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ ഇടപെടലുകൾ ഉണ്ടാകുവാനും സമയോചിതമായി പൂർത്തീകരിക്കാനുമുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ രഹസ്യം സമർപ്പിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരയണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി
ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കുകയും ചെയ്യണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ജപമാല സമർപ്പണം. മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലേ, ദൈവദൂതന്മാരായ വിശുദ്ധ ഗബ്രിയേലേ, വിശുദ്ധ റഫായേലേ, മഹാത്മാവായ വിശുദ്ധ യോസേപ്പേ, ശ്രീഹന്മാരായ വിശുദ്ധ പത്രോസേ, വിശുദ്ധ പൗലോസേ, വിശുദ്ധ യോഹനാനെ, ഞങ്ങളുടെ പിതാവായ മാർത്തോമായി, ഞങ്ങൾ വലിയ പാപികളായിരിക്കുന്നു. എങ്കിലും ഞങ്ങൾ ജപിച്ച ഈ പ്രാർത്ഥന നിങ്ങളുടെ കീർത്തനങ്ങളോടുകൂടെ ഒന്നായി ചേർത്ത് പരിശുദ്ധ ദൈവമാതാവിൻ്റെ തൃപ്പാത്തിങ്കൽ കാഴ്ചവെക്കുവാൻ നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ.